വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളോണ്ടാണ്. ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എന്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങള് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. കിച്ചുവിന് ആ വീഡിയോ ഇട്ടതിന്റെ ശേഷം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ കൂടിയും ഒക്കെ അല്ലാതെയും ഒക്കെ. അപ്പം അതിന്റെ പേരില് അവരോട്, അതായത് ഈ പൊതുജനങ്ങളോട് കിച്ചുവിന് പറയാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ലൈവിൽ വന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം കുറച്ച് എന്നെപ്പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ പോവും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാ. കിച്ചു പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കിച്ചുവിന് ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും എന്ത് ട്രോളിയാലും എനിക്കൊരു വിഷയമല്ല, അതിന്റെ ജീവിതത്തിനെ ബാധിക്കില്ല. പക്വതയോടെ തന്നെ കുട്ടി വർത്താനം പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പക്വതയാണ്, മെച്യൂരിറ്റിയാണ്. ആരും പറഞ്ഞെടുത്ത ആരും ക്ലാസ് എടുത്ത് കൊടുത്തൊന്നുമല്ല. ആ കുട്ടിക്ക് ഇനി വേറെ എന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, മുൻപത്തെ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, അപ്പൊ കണ്ടു നോക്കിയിരുന്നു. അപ്പൊ അതില് എന്റെ പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ലല്ലോ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് ഈ കുട്ടീനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിനു മുമ്പൊന്നും ഞാൻ ഈ കുട്ടിനെ കുറിച്ച് കേൾക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ പ്രശ്നം കഴിഞ്ഞില്ലേ, ലൈഫ് സ്റ്റോറി പറഞ്ഞില്ലേ, അത് ഫുള്ള് കേട്ടതിന് ശേഷം എനിക്ക് സിമ്പതിയും സ്നേഹവും ഒക്കെ ആയിട്ട് ഈ കുട്ടീനോട് ഭയങ്കര ഇതാട്ടോ. ഇപ്പോഴും വർത്തമാനം പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് തോന്നും. അപ്പൊ ഇൻസ്റ്റയിൽ കൂടിയും പിന്നെ അല്ലാതെയും മെസ്സേജ്, പിന്നെ വിളിയും ഒക്കെ വന്നപ്പം അവരോട് എല്ലാവരോടും ഇപ്പൊ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് പേർക്കൊക്കെ പറ്റുമായിരിക്കും, പിന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞു ലൈവ് വന്നിട്ട് അതിൽ പറഞ്ഞതാണ്, ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ട്രോളർമാരോ മറ്റുള്ളവരോ റിയാക്ഷൻ വീഡിയോ ആര് എന്ത് എങ്ങനെ ട്രോളിയാലും എനിക്കൊരു വിഷയമല്ല, അതൊന്നും എന്റെ ജീവിതത്തിനെ ബാധിക്കില്ല, ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് കിച്ചു പറയുന്നത് കേട്ടോ. ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്രേ വരെ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. കിച്ചു പറയുന്നത്, ഇനി ഇതേപോലെ ആൾക്കാർ പലതും പറയാം, അക്കൂട്ടത്തില് പെണ്ണിനെ കയറി പിടിച്ച് എന്നും വരാം. എന്നാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി മുമ്പത്തെയൊക്കെ ഞാൻ മനസ്സ് തുറന്ന് ഒന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു വിഷയമില്ല. ഒരാളെ പറ്റി മാത്രമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. മൊത്തത്തിലുള്ള സ്റ്റോറികള്, മനസ്സിന്റെ വേദനകൾ പുറത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളെ മാത്രം പിന്നെ എടുത്തിട്ടോ പറഞ്ഞതല്ല. അത് മൊത്തത്തില് ആ സ്റ്റോറി പറയുമ്പോൾ വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിന് ഇപ്പോഴാണ് സ്റ്റോറി പറയാൻ വന്നിരിക്കണേ, ഇപ്പോഴാണ് ഇതൊക്കെ പറയണേ. ഇപ്പോഴും ഒക്കെ IPS ഇപ്പൊ അടുത്താ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് റിട്ടയർഡ് ആയി ഉള്ളിലിരിക്കുക. എന്നെ ആരോ എന്താണ് മുകളിലുള്ള ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഉമ്മ വെക്കാൻ വന്നു. എടാ സാഹചര്യമാണ്, ഒരു സാഹചര്യം കിട്ടുമ്പോഴല്ലേ നമുക്കത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ കുട്ടിക്ക് എന്തൊക്കെയോ മനസ്സിൽ പക്വത വന്ന്, ഒന്നാമത്തത് 21 വയസ്സായി, ഇപ്പൊ മെച്ചൂരിറ്റി ആയി. അവൻ എന്ത് ശരി ഏത് ശരി എവിടെ പറയണം എങ്ങനെ പറയണം എന്നുള്ള ഒരു ബോധം വന്നപ്പം അവന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിനെന്തിനാണ് ഇപ്പഴാ പറയുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതും പറഞ്ഞതായിട്ട് രേണു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കണില്ലേ? പിന്നെന്താ? ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടുകാരോടൊപ്പം നിൽക്കുക. ഞാനൊരു നല്ല റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി എനിക്ക്. ആ സപ്പോർട്ടൊക്കെ മതി.
ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നതല്ല ഞാൻ. ഇങ്ങനെ അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്യല്ല. എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അയാളുടെ മെസ്സേജസ് ആണേലും എനിക്ക് വരുന്ന കോളാണേലും എല്ലാരും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഓരോരോ ന്യൂസുകളൊക്കെ ഇനി വരാം. എന്തൊക്കെ വരാന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് വന്നന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് കേട്ടാ. ആരും ഇതാവണ്ട. അപ്പൊ കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോവാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഇടയ്ക്കൊരു സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ സോ മെനി ലവ്സ്. ഇഷ്ടംപോലെ മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എനിക്ക് ചിലർക്കൊന്നും മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല. റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും കൂടെ പറയാൻ ഞാൻ ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഞാനൊന്നും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഞാൻ എൻ്റെ ആയിട്ടുള്ളൊരു ലൈഫിൽ ഇങ്ങനെ പോകാൻ പോവുകയാണ്. എന്തേലുമൊക്കെ വരും. ഞാനതൊന്നും ഇതാക്കുന്നില്ല. അപ്പൊ ഇത്രയും പറയാനാണ്. ഒരു 6-6.5 മിനിറ്റിന്റെ ആയിട്ടാണ് ചെറിയൊരു ലൈവാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതില് രാത്രിയിലാണ് വന്നിട്ടുള്ളത്. സമയം വൈകിട്ടുമാണ്. പിന്നെ കൊല്ലത്തെ വീട്ടിലാണ്. അപ്പൊ ഡ്രൈവിംഗ് അല്ല, ഞാൻ കാറിൽ ഇരുന്നിട്ട് ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓരോരുത്തർക്കായിട്ട് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാവും. അപ്പോ ഇനിയിപ്പോ ഉള്ള വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും എന്നെ ബാധിക്കുന്നതല്ല. മാത്രമല്ല, നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എനിക്ക് കിട്ടിയപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ കുട്ടിനെ സ്നേഹിക്കാൻ ഇപ്പൊ കേരളക്കാരെ മൊത്തം ഉണ്ട് അല്ലെ. എല്ലാവരും സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുകയാണെന്ന് പറയാം. ഇത് കുറച്ചും കൂടെ നേരത്തെ ആയാലെന്താ എന്നുള്ളത് പിന്നെ കിച്ചന് തോന്നിക്കാണും. പിന്നെ മാത്രല്ല, ആ ഒരു ഓപ്പണായി സംസാരത്തിലൂടെ ഒരുപാട് മനസ്സിലുള്ള വിഷമങ്ങൾ പുറത്തേക്ക് തള്ളിയപ്പോൾ തന്നെ ഒരുപാട് റിലാക്സ് ആയിട്ടുണ്ടാവും. പിന്നെ അതിലൂടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ പറഞ്ഞിരുന്നു കിച്ചു അതിന് മുമ്പ് പറഞ്ഞിരുന്നു, എന്താ എന്റെ 3 ഫ്രണ്ട്സുകളുണ്ട് കൊല്ലത്ത്. ഇമോഷണൽ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് കൈ പിടിച്ചുയർത്തിയെടുത്തത് ഈ 3 ഫ്രണ്ട്സുകളാണ്. അവരെ വീട്ടില് പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ കൂട്ടുകാരാകുമ്പോ കൂട്ടുകാരുടെ വീട്ടിൽ പോക്കും വരവൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ പോരും അവരുടെ അമ്മമാരെ ഒന്ന് ഫേസ് ചെയ്യാനും പറ്റുന്നില്ല. അമ്മമാർക്ക് ഇവന്റെ കൂടെ നടക്കുന്നത് തൃപ്തിയല്ലാത്ത ഒരു രീതിയും വന്നു. അവിടെ കൂടെ എത്തിയപ്പോഴാണ് ഇവൻ കിച്ചു അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. കാരണം കൈവിട്ട് പോകുന്നുണ്ട് എല്ലാം. പിന്നെയും എനിക്ക് പ്രശ്നങ്ങളാണ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ചെറിയ കുട്ടിയാവുമ്പോ ആര് തണല് എവര് തണല്, എന്നെ ആര് സംരക്ഷിക്കും, ആരോട് എന്ത് പറയണം, ആരോട് പറഞ്ഞാലാണ് എനിക്ക് ശിക്ഷ കിട്ടാതിരിക്കുക, എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇപ്പം പക്വത വെച്ചപ്പം ഓപ്പൺ ആയിട്ട് ഇനിയും ആ പഴയ അവസ്ഥയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇവര് ഈ കൂട്ടുകാരെ അമ്മമാരും മറ്റുള്ളവരും വിലക്കുന്നത് എന്തുകൊണ്ടാണ്? കിച്ചുവിനായിട്ടുള്ള സൗഹൃദം, അമ്മ എന്ന് പറയുന്ന ലേബൽ ഒട്ടിച്ചിട്ടുള്ള ആ സാധനത്തിന്റെ സബ്സ്ക്രിപ്ഷന് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് പബ്ലിക്കായിട്ട് വരുമ്പം അതിന്റെ അവരുടെ മകൻ എന്ന ലേബലിൽ പോകുന്ന ഈ മോന്റെ കൂടെ നടക്കുന്ന കൂട്ടാണല്ലോ എല്ലാം. നീ ആരെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരനെ നോക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിലൂടെ മറ്റുള്ള കുട്ടികളും അങ്ങനെ ഒരു പേരുദോഷം വരണ്ടെന്ന് വിചാരിച്ചിട്ടാവും അവരങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതും കൂടെ കട്ടാവണമെന്ന് തോന്നിയപ്പോഴാണ് ഓപ്പണായിട്ട് ഇങ്ങനെയുള്ള ഒരു പറയാൻ സമയമായി എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതിന് ഇവൾക്ക് എന്തിന്, രേണുവിന് എന്താണ് ഇപ്പൊ കഥ? എല്ലാം വിട്ടുപറിക്കി എന്ന് പറഞ്ഞ മാതിരി കച്ചവടാക്കുകയാണ്. പിന്നെ അവൾക്ക് എന്ത് വിഷമാണ്. അപ്പൊ പിന്നെ എന്തായാലും ഇത്രയും നല്ല ഒരു അവസരം തന്ന, അതായത് ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു മനസ്സിലാക്കി എനിക്ക് സ്നേഹം തരുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, എന്റെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ മുമ്പ് അവിടെ ബ്ലോക്കാണ്. കാരണം പകരം രേണുവിനോടായിരുന്നു മക്കളോടെ പറ്റിയിട്ട് ചോദിക്കലും പറയലൊക്കെ. ഇപ്പൊ നേരിട്ടിട്ട് തന്നെ കിച്ചുവിനോട് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്, സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഇതാക്കുന്നൊക്കെ. അപ്പം ആ ഒരു സംഭവം പറഞ്ഞാല് അത് വളരെ ആ കുട്ടിക്ക് ആ വീഡിയോ കാരണം ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ട് കിച്ചുവിനെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാനും കൂടായി.